അതെ ഗൈസ്, നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇതൊരു ബർത്ത്ഡേ വീഡിയോ ആണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാനും മോളും കൂടി അമ്പലത്തിൽ പോയി. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. തൊട്ടടുത്തല്ല അമ്പലത്തിലായതുകൊണ്ട് നടന്നാണ് പോയത്. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് അമ്പലത്തിലോട്ടാണ്. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് വരുമ്പോഴേക്കും ഇന്നലത്തെ കേക്ക് കട്ടിങ് വീഡിയോ കണ്ടിട്ട് വായോ. ഇത് ബർത്ത്ഡേയുടെ തലേന്ന് നടന്ന കേക്ക് കട്ടിംഗ് ആണ്. രാത്രി ഒരു 8 മണിയായപ്പോഴാണ് സംഭവം. സർപ്രൈസായി വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിക്കറിയില്ലല്ലോ, അപ്പോൾ ആരേലും എടുക്കണ്ടേ? ആരും എടുത്തില്ല. ഇവിടെ എന്ത് പരിപാടിയായാലും കസിൻസും അയൽവക്കത്തുള്ളവരും ഒക്കെ കാണും. എന്നാലല്ലേ ഒരു രസമുള്ളൂ. ഇവർ ആരും ഇല്ലെങ്കിൽ ഭയങ്കര ശോകമാണ്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ടു കൊടുത്തു. സർപ്രൈസ് കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും വീട്ടിലേക്ക് പോയി. തിരിച്ച് നമുക്ക് അമ്പലത്തിലേക്ക് വരാം. ഇതാണ് കളരിക്കൽ ശ്രീ മണികണ്ഠ സ്വാമി ക്ഷേത്രം. ശിവഭഗവാനാണ് മുഖ്യപ്രതിഷ്ഠ. അങ്ങനെ തൊഴുതിറങ്ങി. ചന്ദനം തൊടാൻ പ്രത്യേകം കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ചന്ദനമൊക്കെ തൊട്ട് ഒന്നുകൂടി പുറത്ത് നിന്ന് തൊഴുത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അവൾക്ക് ടാറ്റയും കൊടുത്ത് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഗിഫ്റ്റൊക്കെ ആയിട്ട് കയറി വരുന്നു. ഞാൻ വണ്ടറടിച്ചിരിക്കുകയാണ്. ഇത് ആരാണ് തന്നത്? ഇനി ഇവരെല്ലാം കൂടിയാണോ? ആകെ കൺഫ്യൂഷൻ. സംഭവം പിടിച്ചപ്പോഴേ മനസ്സിലായി ഫോട്ടോ ഫ്രെയിം ആണെന്ന്. അങ്ങനെ പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ അനിയൻ തന്നതാണെന്ന് മനസ്സിലായത്. വരച്ച ഫോട്ടോയാണ്. അതിലൊരു ചെറിയ കുറിപ്പടിയും ഉണ്ടായിരുന്നു. പടം മാത്രമേ അനിയൻ്റെ ഉള്ളൂ, മുട്ടായി എൻ്റെ അത് എഴുതിയവനാണ് വീഡിയോയും പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത്, ജ്യോതിഷ്. അങ്ങനെ എനിക്ക് വളരെയധികം സന്തോഷമായി. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. വിഷുവിന് എടുത്ത ഫോട്ടോയായിരുന്നു അത്. നേരിട്ട് കാണുന്നതിനെക്കാട്ടിലും ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് ആ പറഞ്ഞത്. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു ബർത്ത്ഡേയും കൂടെ കടന്നുപോയി. വൈകുന്നേരം ആയപ്പോൾ ഒരു ഷവർമയും കൂടെ കഴിച്ച് ബർത്ത്ഡേ അവസാനിപ്പിച്ചു.